ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയ ഗുഡ്സ് സെൻഡ് ഫോർ അപ്രൂവൽ ഓർ ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ട്രീറ്റ് ചെയ്യുമെന്ന് നോക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഗുഡ്സ് സെൻഡ് ഫോർ അപ്രൂവൽ, ഗുഡ്സ് കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്രൂവലിന് വേണ്ടിയിട്ട്, അതായത് അവർ ആ ഗുഡ്സ് റിസീവ് ചെയ്തിട്ടില്ല, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്, അല്ലെങ്കിൽ ഓർ ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. ചിലപ്പോൾ സാധനങ്ങളൊക്കെ സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ കൊടുക്കാറില്ലേ, അങ്ങനെ. അതായത് അപ്പോൾ അത് സെയിലാണെന്ന് പറയാറായിട്ടില്ല, കാരണം അവർ ആ ഗുഡ്സ് റിസീവ് ചെയ്തതിൻ്റെ അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അയക്കുന്ന ഗുഡ്സ് നമ്മൾ സെയിലായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ട്രീറ്റഡ് ആസ് സെയിൽസ്, അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് പ്രോഫിറ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഇതിൽ പറയുന്നത്. നോക്കുക, ഗുഡ്സ് ആർ സെൻറ്റ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് അറ്റ് യൂഷ്വൽ സെല്ലിംഗ് പ്രൈസ്. ഇത്തരത്തിൽ സെയിൽ ഓൺ റിട്ടേൺ ബേസിസിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ അത് സാധാരണ സെല്ലിംഗ് പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത്. As on the date of preparation of final accounts, if any amount of such goods sent in transit or for which approval is not obtained, adjustment should be made to arrive at correct profit and to show a true and fair view of the state of affairs of the concern. നമ്മൾ ഈ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന ആ ദിവസം ഇത്തരത്തിൽ ഈ സെയിലോ റിട്ടേൺ ബേസിലോ അല്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അതായത് പാതി വഴിയിലായതുള്ള ഗുഡ്സ് കസ്റ്റമറുടെ കയ്യിൽ എത്തിയിട്ടില്ല, അവരതിൻ്റെ അപ്രൂവൽ തന്നിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ഏതെങ്കിലും ഗുഡ്സിൻ്റെ വാല്യൂ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, സെയിൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം ഈ സെയിൽ ഓർ റിട്ടേൺ ബേസിൽ അയച്ചു കൊടുത്ത ഗുഡ്സും സെയിലായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്, അത് ശരിയല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ദ സെയിൽസ് വാല്യൂ ഓഫ് സച്ച് ഗുഡ്സ് ഇഫ് ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ സെയിൽസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് ആൻഡ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ അയച്ചിട്ടുള്ള സാധനങ്ങളുടെ വാല്യൂ ടോട്ടൽ സെയിൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ആ എമൗണ്ട് സെയിൽസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പം സെയിൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിക്കളയണം, കാരണം ഇതിന് സെയിൽസ് എന്ന് പറയാറായിട്ടില്ല, കാരണം അവരുടെ കൺസെൻറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് അവർ ആ ഗുഡ്സ് സ്വീകരിച്ചു എന്നവർ അപ്രൂവൽ തന്നിട്ടില്ല. അപ്പോൾ ആ എമൗണ്ട് സെയിൽസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ സെയിൽസിൽ ഉൾപ്പെടുത്തി വെച്ചത് കാരണം അത്രയും എമൗണ്ട് ഡെപ്റ്റേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ സെയിലായിട്ട് ട്രീറ്റ് ചെയ്തു, അപ്പോൾ സെയിൽ കടത്തിൽ ഇപ്പോൾ ഇതൊരു നമുക്ക് ക്യാഷ് കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ ആ തരാനുള്ള ക്യാഷ് നമ്മൾ ഡെപ്റ്റേഴ്സിലും പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിലാണെന്ന് പറയാറായിട്ടില്ല, അപ്പം നമ്മളിത് ഈ എമൗണ്ട് സെയിൽസിൽ നിന്നും ഡെപ്റ്റേഴ്സിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഡിഡക്റ്റ് ചെയ്യുന്നു. ഇനി തീർന്നില്ല, ഒരു കാര്യം കൂടി ചെയ്യണം. ദ കോസ്റ്റ് ഓഫ് സച്ച് ഗുഡ്സ് ഫോർ വിച്ച് അപ്രൂവൽ ഈസ് നോട്ട് ഒബ്റ്റെയിൻഡ് ഷുഡ് ബി ആഡഡ് ടു ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നെ ഇങ്ങനെ നമ്മൾ സെയിലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് മാറ്റി, പിന്നെ അത് എന്ത് ചെയ്യണം? അത് എവിടെയെങ്കിലും നമ്മുടെ കണക്കിൽ കാണിക്കണമല്ലോ. പിന്നെ അത് കാണിക്കേണ്ടത് എവിടെയാണ്? ക്ലോസിംഗ് സ്റ്റോക്കിൽ കാണിക്കണം. അതായത് സെയിൽസിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റി അതിനെ എന്തായിട്ട് കാണിക്കുക? ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് കാണിക്കുക. അപ്പോൾ എത്ര രൂപയുടെ സാധനങ്ങൾക്കാണോ നമുക്ക് അപ്രൂവൽ കിട്ടാത്ത ആ എമൗണ്ട് ആഡഡ് ടു ദി ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്യേണ്ടത്. അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനത് കൂടുതൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ടു റിസർവ്. Sometimes a portion of net profit is transferred to a reserve or reserve fund in order to meet any contingency in future.
ചിലപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഭാവിയിൽ ഉണ്ടാകാവുന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാറുണ്ട്. അപ്പം നമ്മളാണെങ്കിലും നമുക്ക് ഇൻകം കിട്ടുമ്പോൾ അത് മുഴുവൻ അടിച്ചു പൊളിച്ച് തീർക്കുകയല്ല ചെയ്യുന്ന കുറച്ച് എമൗണ്ട് നമ്മൾ ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കരുതി വെക്കാറുണ്ട്. അങ്ങനെ ബിസിനസ്സിലും നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയ നിശ്ചിത പോർഷൻ റിസർവായിട്ട് കരുതൽ ധനമായിട്ട് സൂക്ഷിക്കാറുണ്ട്. ഇറ്റ് മേ ബി സം പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ആ റിസർവ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആണ്. അപ്പം അങ്ങനെ നമ്മളോട് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റഫായിട്ട് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റിനകത്ത് ഉണ്ടാവും, ആ പെർസെൻറ്റേജ് വെച്ചിട്ട് എമൗണ്ട് കണ്ടുപിടിക്കുക. ഇനി അപ്പോൾ എന്നിട്ട് അത് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അങ്ങനെ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 10.40 ഇല്ലസ്ട്രേഷൻ 15 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The following is the trial balance of Ganesh as on 31st March 2014. ട്രയൽ ബാലൻസ് ആണ്. ഓരോ ഐറ്റവും വായിച്ച് എങ്ങോട്ടേക്കാണ് എഴുതേണ്ടതെന്ന് നോക്കാം. സൺട്രി ഡെറ്റേഴ്സ് അറിയാം, അസറ്റ് ആണ്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 1st April 2013 ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ടതാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. റിട്ടേൺസ് എന്ത് റിട്ടേൺ ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എമൗണ്ട് എവിടെയാണെന്ന് നോക്കണം. നോക്കിയേ, ഇവിടെ റിട്ടേൺസ് തന്നിരിക്കുന്നത് രണ്ട് എമൗണ്ട് കോളത്തിലുണ്ട്, ഡെബിറ്റിലുമുണ്ട് ക്രെഡിറ്റിലുമുണ്ട്. അപ്പം ഒന്ന് സെയിൽസ് റിട്ടേണും ഒന്ന് പർച്ചേസ് റിട്ടേണുമാണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് ഏതാ? ഈ 6000 സെയിൽസ് റിട്ടേൺ ആണ്, 8000 പർച്ചേസ് റിട്ടേൺ ആണ്. അറിയാമല്ലോ. അപ്പോൾ സെയിൽസ് റിട്ടേണും ഉണ്ട്, പർച്ചേസ് റിട്ടേണും ഉണ്ട്. ഇനി ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഡെബിറ്റിലുണ്ട് ക്രെഡിറ്റിലുണ്ട്. അപ്പം ഡിസ്കൗണ്ട് അലൗഡും ഉണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ട്. അപ്പം ഡെബിറ്റിലുള്ളത് എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ക്രെഡിറ്റിലുള്ളത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, ഇൻകം ആണ്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഡിസ്കൗണ്ട് അലൗഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും. നെക്സ്റ്റ് ബാഡ് ഡെബ്റ്റ്സ് അറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ്. ബാഡ് ഡെറ്റ് കിട്ടാക്കടം പിരിഞ്ഞു കിട്ടിയതാണ് ഉണ്ടോ, ക്രെഡിറ്റ് സൈഡിലാണ്. ഒന്നുകിൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, അല്ലെങ്കിൽ ഈ ബാഡ് ഡെറ്റിൽ നിന്ന് റിക്കവർ ചെയ്ത പോർഷൻ ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിക്കവർ ചെയ്ത പോർഷൻ ഡിഡക്റ്റ് ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, 12,000. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ലീസ് ഹോൾഡ് പ്രിമൈസസ് അസറ്റ് ആണ്. ക്യാരിയേജ് വെറുതെ ക്യാരിയേജ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഫ്യൂവൽ ആൻഡ് വാട്ടർ ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. കമ്മീഷൻ നോക്കിയേ, കമ്മീഷൻ ക്രെഡിറ്റിലാണ് എമൗണ്ട്, അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. പെറ്റി ക്യാഷ് എക്സ്പെൻസ് പലവക ചില്ലറ ചിലവുകളാണ്, എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ആണ്, ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ₹65,000. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 65,000 ആണ്. അറിയാം, ട്രേഡിംഗ് അക്കൗണ്ടിലും എഴുതണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും എഴുതണം. ഇൻഷുറൻസ് പ്രീപെയ്ഡ് എമൗണ്ട്സ് ടു ₹400. ഇൻഷുറൻസിൻ്റെ എമൗണ്ടിൽ 400 രൂപ പ്രീപേ ചെയ്തിരിക്കുന്നതാണ്, അതായത് ഈ വർഷത്തെ അല്ല. അപ്പോൾ നോക്കി, ഇൻഷുറൻസിൻ്റെ എമൗണ്ട് 1500 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1500 നിന്ന് പ്രീപേ ചെയ്ത പോർഷനായ 400 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ.
ഉണ്ടോ? ഇവിടെ ഇൻഷുറൻസ് 1500 ലെസ് പ്രീപെയ്ഡ് 400, 1100 വേണം എമൗണ്ട് കോളത്തിൽ കാണിക്കാനായിട്ട്. ഇനി ഈ പ്രീപേ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. കണ്ടോ, ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ് പ്രീപേ ചെയ്ത പോർഷൻ അതെന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. ഇനി നെക്സ്റ്റ്, കമ്മീഷൻ ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എമൗണ്ട്സ് ടു ₹300. ഈ വർഷം ഏൺ ചെയ്തിട്ടുള്ള കമ്മീഷനാണ്, പക്ഷെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. കമ്മീഷൻ ഏൺ ചെയ്തു, ബട്ട് നോട്ട് റിസീവ്ഡ് അതെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ തന്നെയാണ്. അപ്പോൾ കമ്മീഷൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 2500. 2500ൻ്റെ കൂടെ ഈ വർഷം കിട്ടാനുള്ള ഈ കമ്മീഷനും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. പിന്നെ ഈ കിട്ടാനുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. കണ്ടോ, കമ്മീഷൻ എന്ന് പറഞ്ഞ് അക്രൂഡ് കമ്മീഷനാണ്, അത് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിൽ. ഇനി കിട്ടാനുള്ള ഈ കമ്മീഷൻ എന്ന് പറയുന്ന ഈ 300 രൂപ എന്താണ്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. നെക്സ്റ്റ്, ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ഗുഡ്സ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ₹4000 സെൻറ്റ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് അറ്റ് ആൻ ഇൻവോയ്സ് പ്രൈസ് ഓഫ് ₹5000. ദ ഗുഡ്സ് ആർ ലൈക്ലി ടു ബി റിട്ടേൺഡ്. നമ്മൾ ഇന്ന് പഠിച്ച അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിക്കേ. ഇവിടെ ഡെപ്റ്റേഴ്സിനകത്ത് 4000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ സെയിലോ റിട്ടേൺ ബേസിസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4000. നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 5000 ആണ്. അപ്പോഴൊന്ന് ആലോചിക്കുക, അതായത് സെയിൽസിൽ നമ്മൾ ഉൾപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണല്ലോ ഡെപ്റ്റേഴ്സിൽ വന്നത്. അപ്പോൾ ഇത് സെയിൽസ് എന്ന് പറയാറായിട്ടില്ല, കാരണം ഇതിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടില്ല. സെയിലോ റിട്ടേൺ ബേസിസിൽ കൊടുത്തിരിക്കുന്നതാണ്. അത് ചിലപ്പം കസ്റ്റമർ നമുക്ക് തിരിച്ചയച്ചേക്കാം, പക്ഷേ നമ്മളത് സെയിൽസ് ആയിട്ട് കണക്കിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചു, സെയിൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഡെപ്റ്റേഴ്സിലും ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിൽ ചെയ്യേണ്ടി വരും. അപ്പം എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ സെയിൽസിൽ നിന്ന് ഈ എമൗണ്ട് ഈ സെയിലോ റിട്ടേൺ ബേസിസിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങളുടെ പ്രൈസ് ഡിഡക്റ്റ് ചെയ്യണം. അതുപോലെ ഡെപ്റ്റേഴ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നോക്കിയാൽ സെയിൽസ് 1,30,000 രൂപയുടെ സെയിൽസാണ്. പിന്നെ സെയിൽസിൻ്റെ തന്നെ റിട്ടേൺ ഇവിടെ ഉണ്ട്. എത്രയാണ് കണ്ടോ? 6000 ഇവിടെ റിട്ടേൺ വന്നിട്ടുണ്ട്. ആ റിട്ടേൺ ആദ്യം കുറയ്ക്കും. സെയിൽസിൽ നിന്ന് ആ റിട്ടേൺ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് വീണ്ടും ഈ ഗുഡ്സ് സെൻഡ് ഓൺ സെയിലോ റിട്ടേൺ ബേസിസ് അതും കൂടി എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ സെയിൽസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഈ ഇൻവോയ്സ് പ്രൈസ് വേണം ഡിഡക്റ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഇത് നമ്മൾ അക്വയർ ചെയ്ത പ്രൈസാണ്. 4000 രൂപയ്ക്കാണ് നമ്മൾ ആ ഗുഡ്സിൻ്റെ കോസ്റ്റ്, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4000 ആണ്. നമ്മൾ വിൽക്കുന്നത് അതേ കോസ്റ്റിലല്ലല്ലോ, നമ്മൾ ലാഭമായിട്ടല്ലേ വിൽക്കത്തുള്ളൂ. അപ്പം അതിൻ്റെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 5000 ആണ്. അപ്പോൾ നമ്മൾ സെയിൽ നടത്തിയിരിക്കുന്ന 5000 രൂപയ്ക്കാണ്. അപ്പം സെയിൽസിൽ നിന്ന് ഈ 5000 വേണം കുറയ്ക്കാൻ. 4000 അല്ല, ഈ 5000 ഡിഡക്റ്റ് ചെയ്യണം. എന്നിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. പിന്നെ ഇനി ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. ഡെപ്റ്റേഴ്സ് നമ്മൾ ബാലൻസ് ഷീറ്റിലല്ലേ എഴുതുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 24,000 ഉണ്ട്. ട്രയൽ ബാലൻസിലുണ്ടല്ലോ 24,000. ഇനി അതിൽ നിന്ന് ഈ ഗുഡ്സ് ഓൺ സെയിലോ റിട്ടേൺ ബേസിസിൽ 5000 രൂപയുടെ അല്ലേ നമ്മൾ 5000 രൂപയാണ് ഈ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സെയിൽസിൽ ഇൻക്ലൂഡ് ചെയ്തത് കാരണമാണ് ഇത് ഡെപ്റ്റേഴ്സിലും കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. തീർന്നില്ല. അപ്പം നമ്മൾ ആ സെയിൽസിൽ നിന്നും സൺഡ്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ആ സെയിലോ റിട്ടേൺ ബേസിസിൽ അയച്ച ഗുഡ്സിൻ്റെ വാല്യൂ നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. ഇനി അത് എവിടെയെങ്കിലും കാണിക്കണമല്ലോ. ഇപ്പം നമ്മുടെ ബുക്കിലേ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ഇനി അടുത്തത് അത് ചെയ്യേണ്ടത് എവിടെയാണ്? അതെന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആ കോസ്റ്റ് പ്രൈസ് അത്രയും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെയിൽസിൽ നിന്ന് ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ചു. ഇനി ചെയ്യേണ്ടത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുമല്ലോ, ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ കണ്ടോ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണ് ഇവിടെ നോക്കിക്കേ. ക്ലോസിംഗ് സ്റ്റോക്ക് 65,000 ആണ്. 65,000ത്തിൽ നിന്നും
ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്, നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ എഴുതുന്ന നമ്മൾ അക്വയർ ചെയ്ത് വെച്ച എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ച ആ ഒരു വിലയിൽ കോസ്റ്റ് പ്രൈസിലായിരിക്കില്ല എഴുതുന്നത്. അപ്പോൾ ആ പ്രൈസ് എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാൻ. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം ഒരു സ്ഥലത്തൂടെ വരും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. അപ്പം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും നമ്മൾ സ്റ്റോക്ക് എഴുതും. സ്റ്റോക്കിൻ്റെ കൂടെ 65,000 അതിൻ്റെ കൂടെ ഈ സെയിലോ റിട്ടേൺ ബേസിസിൽ അയച്ചിട്ടുള്ള ആ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് 69,000 വേണം ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കാണിക്കാനായിട്ട്. അത്രയുമേ ഉള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്തത് ഇതാണ്. ₹5,000 will be deducted from sales and ₹4,000 will be added to the closing stock at the credit side of trading account. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിൽ നിന്ന് 5,000 ഡിഡക്റ്റ് ചെയ്തു, 4,000 ആഡ് ചെയ്തു ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ. പിന്നെ 5,000 ഡിഡക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സിൽ നിന്ന് 5,000 ഡിഡക്റ്റ് ചെയ്തു, 4,000 സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്തു അസറ്റ് സൈഡിൽ. അപ്പോൾ സംഭവം ഓക്കെ. നെക്സ്റ്റ്, റൈറ്റ് ഓഫ് 1/5 ഓഫ് ലീസ് ഹോൾഡ് പ്രിമൈസസ് ആൻഡ് പ്രൊവൈഡ് എ ഡിപ്രീസിയേഷൻ ഓഫ് 10% ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ലീസ് ഹോൾഡ് പ്രിമൈസസിന് 1/5 പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10%. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്രീസിയേറ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ ലീസ് ഹോൾഡ് പ്രിമൈസസിൻ്റെ 1/5 ആണ്. അപ്പം 10,000 × 1/5 അതെന്ന് പറയുന്നത് എത്ര വരും, 2,000 വരും. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10% ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20,000 ആണ്. അത് × 10/100 അപ്പോൾ 2,000 രണ്ടും കൂടി. ഇനി അസറ്റ് സൈഡിൽ കൺസേൺഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ഉണ്ടോ. ലീസ് ഹോൾഡിന് 2,000 കുറച്ചു, പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും 2,000 കുറച്ചിട്ടുള്ള എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയിരിക്കുന്നു. അതറിയാം. ഇനി നെക്സ്റ്റ്, ട്രാൻസ്ഫർ 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എല്ലാ ഐറ്റംസ് എഴുതി അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ റഫായിട്ടൊന്ന് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതായത് ഇനി നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ബാക്കി ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക 79,500 ഇനി ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രയുമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന, നമ്മൾ എഴുതിയിട്ടുള്ള എക്സ്പെൻസുകൾ ഇത്രയുമാണ്. അപ്പോൾ ഇത്രയും ടോട്ടൽ ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് 16,800 കിട്ടും. 16,800. അപ്പം ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുമല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ഈക്വൽസ് ഈ 79,500 മൈനസ് 16,800. അപ്പോൾ എത്ര കിട്ടും, 62,700 കിട്ടും. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എന്നിട്ടുണ്ട് 10% ആണ്. അപ്പോൾ ഇതിൻ്റെ 10% കൂടി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പം അതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും, 6,270. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കണം. കൂടാതെ എന്ത് ചെയ്യണം, ഈ റിസർവ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കണ്ട ഈ 6,270 കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഡിസ്കസ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതുപോലെ നമ്മുടെ SCERT ടെക്സ്റ്റിൽ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല. പക്ഷേ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണണമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.